ഈ കുട്ടിക്ക് കിട്ടേണ്ട ഒരു ഇതുമില്ല. പിന്നെ ഒരാരും തിരിഞ്ഞിൻ്റെ കുട്ടീനെ നോക്കിയിട്ടില്ല. ആ ഫസ്റ്റ് നോക്കി എന്നല്ലാതെ ഞാൻ ചോദിക്കുമ്പോൾ പറയും കുട്ടിക്ക് കുഴപ്പമില്ല. കുട്ടി ശ്വാസം ഇങ്ങനെ ഇതാക്കുമ്പോൾ അറിയും കൂർക്കം വലിക്കുകയാണ്, ഉറക്കത്തിൽ കൂർക്കം വലിക്കുകയാണെന്ന് പറയും. പിന്നെ കുട്ടി ഇതായി ഇങ്ങനെ കാലൊക്കെ ഇട്ട് അടിക്കുമ്പോൾ ഒലിൻ്റെ കുട്ടീൻ്റെ കാല് വലിച്ച് കെട്ടി ഒരു ഓക്സിജൻ്റെ ഒരു കവറും കൂടി ഒലി ആ കുട്ടീൻ്റെ മുഖത്ത് അവിടെ വെച്ച് തന്നല്ലാതെ വേറൊരു ചികിത്സ ഒലി നടത്തിയിട്ടില്ല. എൻ്റെ കുട്ടിക്ക് നടത്തിക്കുകയാണെങ്കിൽ വെൻറ്റിലേറ്ററിൽ നിൽക്കുകയാണെങ്കിൽ എൻ്റെ കുട്ടി കഴിച്ചിലായിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ 2 ദിവസം കിട്ടിയിരിക്കുകയാണെങ്കിൽ കിട്ടൂല. ഇനി എന്തിനാ എൻ്റെ കുട്ടീനെ കൊന്നേ ഒരു ചികിത്സയും ചെയ്യാതെ കൊന്നില്ലേ. എനിക്കിതിന് നീതി കിട്ടണം. നീതി കിട്ടാതെ നിൽക്കാൻ പറ്റില്ല ഏത് ഗവൺമെൻറ് ആയാലും. അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോളേജ് പൊളിച്ച് വല്ല സർക്കസ് കൂടാനും പഠിത്തോട്ടെ. അതല്ല നല്ല. ഈ മക്കളെങ്ങനെ കൊല്ലണോ അതാ നല്ല. മക്കൾ പോയ ഉമ്മാർക്ക് അതിൻ്റെ വേദന അറിയുള്ളൂ. ഒരു ഗണേശാറുണ്ടല്ലോ എല്ലാത്തിനും വരുന്നേ. ഞാൻ കുറേ വിളിച്ചെന്ന്. ആ ഗണേശാറും ഇല്ലല്ലോ ഇപ്പോൾ രംഗത്തൊന്നും. എല്ലാവരും സഹായിക്കണ ഒരു സാറാണെന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ സാറും ഇപ്പോൾ ഇറങ്ങി വരുന്നുണ്ടോ? ഇപ്പോൾ എല്ലാവർക്കും കൂട്ടാണ് വലിയ നിൽക്കുന്നത്. ഇപ്പോൾ എനിക്കെൻ്റെ കുട്ടിക്ക് വല്ല നീതി വാങ്ങിയാൽ ഇനിയൊരു കുട്ടിക്ക് എനിക്ക് എൻ്റെ കുട്ടിയായ മാറിയൊരു കുട്ടിയാവുന്ന വയ്ക്കാൻ സമ്മതിക്കില്ല. നയിച്ച് ജീവിക്കണം, അധ്വാനിച്ച് ജീവിക്കണ ഒരു പെണ്ണാണ് ഞാൻ. എൻ്റെ കുട്ടീനെ പോയിട്ട് എൻ്റെ കുട്ടി നിങ്ങൾക്കൊക്കെ അറിയില്ല. മക്കൾ വലുതായാലും നമുക്കൊരു തടി ഉണ്ടാവുന്നില്ലേ. ആ സ്ഥാനത്ത് പോലെ ചെയ്ത് ഒരു എന്തെങ്കിലും ഒരു ചികിത്സ കൊടുത്തൊക്കെ എനിക്ക് ഓരോരു പരാതിയില്ലേ. എനിക്ക് ഒരു നിലക്കും ഞാൻ ക്ഷമിക്കൂല. ഒരു ഉമ്മാനെ ശാപമാക്കാത്. ആകെയുള്ള ഒരു തണിയാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. കഴിഞ്ഞ വെള്ളിയാഴ്ച 4 മണിക്കാണ് ഇവിടുന്ന് ആക്സിഡൻ്റായി. അവിടുന്ന് കുട്ടീനെ നേരെ ആദ്യം കൊണ്ടോട്ടി മേഴ്സി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടുന്ന് ഓല് കുട്ടി നല്ല സീരിയസ് ആണെന്ന് പറഞ്ഞിട്ടാണ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞത്. അങ്ങനെ ഒരു കൊണ്ടുപോകാതെ ഒരു ആദ്യം ഒരു ഈ വണ്ടി ഇടിച്ച ആൾ ജ്യേഷ്ഠനെ കാത്തിരുന്ന്. പിന്നെ ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഓല് ഇനി അത് പ്രതീക്ഷിച്ചിരുന്നു. അതിൽ അവിടുന്ന് ഡോക്ടർമാർ ഇങ്ങനെ പറയുന്നുണ്ട്, പിന്നെ പെട്ടെന്ന് കൊണ്ടുപോകേണ്ട കുട്ടിയാണിത്, കൊണ്ടുപോകണം എന്ന് പറയുന്നുണ്ട്. അതിൽ ഇനിയും കൊണ്ട് ഞാനും ആ വണ്ടിയിൽ ഞങ്ങൾ ഈ പറ്റിയ ആൾക്കാർ ഞാനും മാത്രമേ ഉള്ളൂ ഈ വണ്ടിയിലുള്ളൂ. അങ്ങനെ കൊണ്ടുപോയി മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ അമ്മയും കുഞ്ഞും എന്നുള്ള ആ ഹോസ്പിറ്റലിലേക്കാണ് ഈ ഡ്രൈവറിൻ്റെ കുട്ടീനെ എത്രയും സീരിയസ് ആയ കുട്ടീനെ കൊണ്ടുപോകണത്. അവിടെ കൊണ്ടു ചെന്നപ്പോൾ ഒരു ആദ്യം ഒരു പനിക്ക് പരിശോധിക്കണ മാതിരിയും കൂടി ഒരു ഡോക്ടർ പരിശോധിച്ചിട്ടില്ല. ഒരു ചെറുങ്ങനെ നോട്ടം നോക്കി കണ്ടോല് അല്ല മെഡിക്കൽ കോളേജിൽ നിന്ന് അവിടുന്ന് അത് പരിശോധിച്ചാണ്ട് പറഞ്ഞ് തലക്ക് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞില്ല. അത് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയിക്കാണ്ട് പിന്നെ ഓര് പറയുന്നത് കുട്ടീനെ അവിടെ അഡ്മിറ്റ് ആക്കിക്കണമെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതിന് വേറെ ടെസ്റ്റുകളൊന്നും ചെയ്യേണ്ടതെന്ന് ഞാൻ ഓരോട് അങ്ങോട്ട് ചോദിച്ചു. അപ്പോൾ ഓല് പറഞ്ഞ് കുഴപ്പമില്ല കുട്ടിക്ക് ഇപ്പോൾ ഒന്നും പറ്റിയിട്ടില്ല അറിയാണ്ട് ഇവരെ മോൾക്ക് പനീൻ്റെ വാർഡിക്കാണ് എൻ്റെ കുട്ടീനെ അങ്ങനെ പറഞ്ഞ. ആദ്യം ഞാൻ കൊണ്ടുപോകുമ്പോൾ ഞാൻ എന്താ വിചാരിച്ചു അവിടെ എല്ലാ സജ്ജീകരണങ്ങളും ഈ കുട്ടിക്ക് കിട്ടുന്നുണ്ടാവും ഞാൻ പ്രതീക്ഷിച്ച്. ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോഴാണ് അവിടെ ഈ കുട്ടിക്ക് കിട്ടേണ്ട ഒരു ഇതുമില്ല. പിന്നെ ഒരാരും തിരിഞ്ഞിൻ്റെ കുട്ടീനെ നോക്കിയിട്ടില്ല. ആ ഫസ്റ്റ് നോക്കി എന്നല്ലാതെ ഞാൻ ചോദിക്കുമ്പോൾ പറയും കുട്ടിക്ക് കുഴപ്പമില്ല. കുട്ടി ശ്വാസം ഇങ്ങനെ ഇതാക്കുമ്പോൾ അറിയും കൂർക്കം വലിക്കുകയാണ്, ഉറക്കത്തിൽ കൂർക്കം വലിക്കുകയാണെന്ന് പറയും. പിന്നെ കുട്ടി ഇതായി ഇങ്ങനെ കാലൊക്കെ ഇട്ട് അടിക്കുമ്പോൾ ഒലിൻ്റെ കുട്ടീൻ്റെ കാല് വലിച്ച് കെട്ടി ഓല്. എന്നിട്ട് പോലും ഒരു ചികിത്സക്ക് പോലും ഒരുങ്ങിയിട്ടില്ല. പിന്നെ കുറേ കഴിഞ്ഞാൽ പിന്നെയും പൾസ് കുറഞ്ഞ് ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ആ ഡോക്ടറോട് പറഞ്ഞു ഈ കുട്ടീൻ്റെ പൾസ് കുറഞ്ഞ് വരുന്നുണ്ട്, തലൻ്റെ ഡോക്ടർ വരാതെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അറിഞ്ഞു ഇവര്. ഡോക്ടർ പറഞ്ഞത് ആ ഡോക്ടർ പൾസ് കുറഞ്ഞ് വരുന്നെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അതുപോലെ എന്ത് ചെയ്ത് പിന്നെ ഞാൻ പറഞ്ഞപ്പോൾ ഒരു ഓക്സിജൻ്റെ ഒരു കവറും കൂടി ഒരു ആ കുട്ടീൻ്റെ മുഖത്ത് അവിടെ വെച്ച് തന്നല്ലാതെ വേറൊരു ചികിത്സ ഒലി നടത്തിയിട്ടില്ല. എൻ്റെ കുട്ടിക്ക് നടത്തിക്കുകയാണെങ്കിൽ വെൻറ്റിലേറ്ററിൽ നിൽക്കുകയാണെങ്കിൽ എൻ്റെ കുട്ടി കഴിച്ചിലായിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ 2 ദിവസം കിട്ടിയിരിക്കുകയാണെങ്കിൽ കിട്ടൂല. ഇനി എന്തിനാ എൻ്റെ കുട്ടീനെ കൊന്നേ ഒരു ചികിത്സയും ചെയ്യാതെ കൊന്നില്ലേ. അവരൊക്കെ ഇപ്പോൾ പറഞ്ഞെടുക്കുന്നുണ്ടല്ലോ ഞങ്ങൾ ചികിത്സിച്ച് ഈ ഗവൺമെൻറ് വിൽക്കൊക്കെ ഈ കൂട്ടി നിന്ന് കൊടുക്കുന്നുണ്ടല്ലോ വിൽക്ക്. പിന്നെ ചികിത്സിച്ച് ഈ സൂപ്പർവൈസർ പറയുന്നുണ്ടല്ലോ അവിടുന്ന് മെഡിക്കൽ കോളേജിൻ്റെ അയാൾ പറഞ്ഞല്ലോ കുട്ടിക്ക് എല്ലാ ചികിത്സ അയാൾ കൊടുത്തിന്. അയാൾ കണ്ടിരിക്കണം എൻ്റെ കുട്ടിക്ക് ചികിത്സിക്കണത്. അയാൾ കണ്ട് അയാൾ CCTV നോക്കി കൂടെ അയാൾ CCTV നോക്കി അയാൾക്ക് കാണൂല എൻ്റെ കുട്ടീനെ ചികിത്സിച്ചണോ ഇല്ലെന്നല്ലേ. ഇയാൾ കൂട്ടി നിൽക്കലാണ് ഈ സിസ്റ്റർമാരൊക്കെ ഇങ്ങനെ ചെയ്യണേനും കാട്ടുന്നതിനൊക്കെ ഈ മെഡിക്കൽ കോളേജിൻ്റെ മേധാവികൾ കൂട്ടിക്കലല്ലേ ചെയ്യണ്ടേ. അങ്ങനത്തെ നടപടി എടുക്കുക വേണ്ടേ. ഇനിയൊരു കുട്ടിക്കും ഇങ്ങനത്തെ ഒരു ഗതി വരരുത് എന്നുള്ള ആ ഒരു നിലയിലെ ലെവൽ പെരുമാറേണ്ടേ. അതല്ലോ ചെയ്യണേ. ഈ ഗവൺമെൻറ്റൊക്കെ ഈ മെഡിക്കൽ കോളേജിലെ സിസ്റ്റർമാരെയും ഡോക്ടർമാരെയും നല്ല ഉയർത്തി പരിഗണിച്ച് ഇങ്ങനെ കൊണ്ട് നടക്കുക ഇങ്ങനെ ചെയ്യണവർക്കൊക്കെ എതിരെ. അതിനെതിരെ എനിക്കിതിന് നീതി കിട്ടണം. നീതി കിട്ടാതെ നിൽക്കാൻ പറ്റില്ല ഏത് ഗവൺമെൻറ് ആയാലും. അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോളേജ് പൊളിച്ച് വല്ല സർക്കസ് കൂടാനും പഠിത്തോട്ടെ. അതല്ല നല്ല.
ഈ മക്കളെങ്ങനെ കൊല്ലണ ഓൽക്ക് അതാണല്ലേ മക്കൾ പോയ ഉമ്മാർക്ക് അതിൻ്റെ വേദന അറിയുള്ളൂ. ഒരു മുഖ്യമന്ത്രീൻ്റെ മകനായാലും മകൻ പോയിട്ട് ആ മുഖ്യമന്ത്രിക്ക് വേദന ഉണ്ടാവില്ലേ? സ്വന്തം മക്കൾ പോകുമ്പോൾ അതിൻ്റെ വേദന മനസ്സിലാവുള്ളൂ. അയാൾ ഇവർക്ക് കൂട്ടി നിൽക്കുന്നുണ്ടല്ലോ എല്ലാവരും. ഒരു ഗണേശാറുണ്ടല്ലോ എല്ലാത്തിനും വരുന്നേ. ഞാൻ കുറേ വിളിച്ചെന്ന് ആ ഗണേശാറും ഇല്ലല്ലോ ഇപ്പോൾ രംഗത്തൊന്നും. എല്ലാവരും സഹായിക്കണ ഒരു സാറാണെന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ സാറും ഇപ്പം ഇറങ്ങി വരുന്നുണ്ടോ? ഇപ്പോൾ എല്ലാവർക്കും കൂട്ടാണ് വലിയ നിൽക്കുന്നത്. ഇപ്പോൾ എനിക്കെൻ്റെ കുട്ടിക്ക് വലിയ നീതി വാങ്ങിയാൽ ഇനിയൊരു കുട്ടിക്ക് എനിക്ക് എൻ്റെ കുട്ടിയായി മാറി ഒരു കുട്ടിയാവുന്ന വയ്ക്കാൻ സമ്മതിക്കില്ല. എന്തിനാ എൻ്റെ കുട്ടീനെ ഇങ്ങനെ ചെയ്ത് എന്നിട്ട് പോലും പറയും പോലെ എല്ലാ സജ്ജീകരണം ചെയ്തിട്ടുണ്ടെന്ന് ഓല് മാറ്റിയിട്ടുണ്ടാവും. CCTV ദൃശ്യങ്ങളൊക്കെ ഒരു മാറ്റിയിട്ടുണ്ടാവും. പലതും ഒരു ഘടിപ്പിച്ചിട്ടുണ്ടാവും. ഇപ്പം അങ്ങനെയൊക്കെ നടക്കുമല്ലോ ഇപ്പോഴത്തെ കാലത്ത്. ഒക്കെ ചെയ്തിട്ടുണ്ടാവും പോലെ. പടച്ചവനോട് ചോദിക്കും നോക്കേണ്ടി ഇതിനൊക്കെ ഉത്തരവ് പടച്ചവനത് ശരിക്കും ഒരു മറുപടി പറയേണ്ടി വരും. എൻ്റെ കുട്ടീനെ കൊന്നതിന് ഒരു നിലക്കും ഞാൻ ക്ഷമിക്കൂല. ഒരു ഉമ്മാനെ ശാപവാക്കത് ആകെയുള്ള ഒരു തണിയാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. എന്നിട്ട് മൂത്രത്തിന് ട്യൂബ് ഇടാൻ വേണ്ടി എവിടെ ട്യൂബ് ഇട്ടുണ്ടോ ഒരു മൂത്രത്തിനൊക്കെ ഒരു പറഞ്ഞിട്ട് ഒരു മൂത്രത്തിന് ട്യൂബ് ഇട്ടിടാന്ന്. ആ താഴത്തുനിന്ന് തന്നെ എല്ലാ പരിശോധനയും കഴിഞ്ഞൊക്കെയാണ് എൻ്റെ മകൻ എന്തുണ്ടെന്നുള്ള ഓൾക്ക് അറിയണി. ഓല് ചെയ്തില്ല. ഓല് ആ തലൻ്റെ സ്കാൻ ചെയ്താണ്ട് ഓല് അഡ്മിറ്റ് ആക്കിയൊക്കെ ചെയ്ത് എൻ്റെ കുട്ടീനെ. എന്നിട്ട് ഇപ്പോൾ പോലും പറയാണ് അയാൾക്ക് പറയാൻ തോന്നുന്നുണ്ടല്ലോ. അയാൾ വരുന്നുണ്ട് ഈ ഡോക്ടർമാർ പരിശോധിക്കുന്നിടത്തൊക്കെ ഈ മെഡിക്കൽ കോളേജിൻ്റെ മേധാവി ഏൽക്കണ അയാളെ മകനാണിത് പറ്റിയെന്നുണ്ടെങ്കിൽ അയാൾ ഇങ്ങനെ പറയുമോ? അയാൾക്ക് പറയാൻ തോന്നുന്നത് നോക്കിയിട്ടില്ല. നഴ്സുമാർ എന്തോ ഒരു അർപ്പുള്ള വസ്തുക്കളെ കാണാനില്ല. രോഗികളെ കാണുമ്പോൾ ഒലിക്ക് ആരാ ഒരു മാലാഖമാരല്ലോ പാട്ട് ചെയ്ത്താന്മാരല്ലൊക്കെ ഒരു വെള്ള കുപ്പായിട്ട് കണ്ട് ഇറങ്ങും മക്കളെ കൊല്ലാനും ഇതാക്കാനും. അതിന് കഴിയാത്തോലെ ഇതിന് നിൽക്കരുത്. അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ നല്ല ഡോക്ടർമാർ നല്ല സിസ്റ്റർമാർ വെക്കട്ടെ. ഒരു ദയുള്ള ഐറ്റങ്ങളെ ഇത് മുഖ്യമന്ത്രിക്ക് കയ്യിലെ മുഖ്യമന്ത്രി രാജിച്ചു പോയിക്കോട്ടെ. അല്ല ഞാൻ പറയണേ സ്വന്തം അമ്മമാരെ വേദനയാണ്. ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടല്ലേ ഇവരൊക്കെ കയറണേ അല്ലേ? അതിനുള്ള ഞങ്ങൾക്കുള്ള പരിഗണന ഇവർ തരണ്ടേ ഞങ്ങൾക്ക്? ഇപ്പൊ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഓല എന്താ അന്വേഷണം സാറേ ആരംഭിക്കുക? ഓല ഭാഗത്തേക്ക് നിൽക്കും. ഈ മുഖ്യമന്ത്രി ആയാലും ഈ പോലീസുകാരായാലും ആരായാലും പൈസ ഉള്ളല്ലോ. ഞങ്ങൾ പൈസ ഇല്ലാതെ ഞാൻ പാവപ്പെട്ട നയിച്ച് ജീവിക്കണം അധ്വാനിച്ച് ജീവിക്കണ ഒരു പെണ്ണാണ് ഞാൻ. എൻ്റെ കുട്ടീനെ പോയിട്ട് എൻ്റെ കുട്ടി നിങ്ങൾക്കൊക്കെ അറിയില്ല. മക്കൾ വലുതായാലും നമുക്കൊരു തടി ഉണ്ടാവുന്നില്ലേ? ആ സ്ഥാനത്ത് പോലെ ചെയ്ത് ഒരു എന്തെങ്കിലും ഒരു ചികിത്സ കൊടുത്തൊക്കെ എനിക്ക് ഓരോരു പരാതിയില്ലേ എനിക്ക് ഓല് കൊടുക്കാതെ കൊടുത്തെന്ന് പറയുമ്പോൾ ഇതിനൊക്കെ ഓലോട് ഈശ്വരൻ ചോദിക്കാക്കൂല ഒരിക്കലും നോക്കണ്ടേ. ഏത് ഡോക്ടർമാർ നുണർന്നാല് ഏത് സൂപ്പർവൈസർ നുണർന്ന അള്ളാന്റെ കോടതിയിൽ ഓല് ശരിക്കും അതിന് ഉത്തരം പറയേണ്ടി വരും. അതിന് മറുപടി ഓല് പറയുന്ന വേണ്ടി വരും. ഏത് മുഖ്യമന്ത്രി കൂട്ടുന്നാലും ആര് കൂട്ടുന്നാലും ഇതിനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരോഗ്യമന്ത്രി എന്നൊരു മന്ത്രിയില്ലേ എവിടെ കിടക്കണം? ഇങ്ങനൊക്കെ ഇപ്പോൾ സംഭവിച്ച് എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങി വരുമല്ലേ എല്ലാവരും സമാധാനിപ്പിക്കാനും വേണ്ടിയിട്ട്. അതല്ല ചെയ്യേണ്ടി. ഇതിനൊക്കെ ഇവർ തക്കതായ നല്ല നടപടി എടുക്കണവര്. ഇങ്ങനെ ഒരു സംഭവം എത്ര കഴിഞ്ഞു ഈ മെഡിക്കൽ കോളേജിൽ. എന്നിട്ട് ഇവരെ എന്ത് തീരുമാനം എടുത്ത് എന്തെങ്കിലും ഒരു നടപടി വലുതിൻ്റെ എടുത്തണോ? എന്നിട്ട് ഇത് തുടർന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ? ഓല മക്കളെ കൊണ്ടിട്ട് ഇതുപോലെ ചെയ്യണം. അപ്പോഴേ ഇവർക്ക് അതിൻ്റെ വേദന അറിയുള്ളൂ. ഏത് മന്ത്രിമാരായാലും ആരായാലും. ഇത് നിയമത്തിൻ്റെ മുന്നിൽ കൂടെ നല്ല നിലക്ക് നിങ്ങൾക്ക് പോകണം. എൻ്റെ കുട്ടിക്ക് നീതി കിട്ടണം. എൻ്റെ കുട്ടിക്ക് ചികിത്സ തരാത്തോലൊക്കെ സസ്പെൻഡ് ചെയ്യണമല്ലോ അവിടുന്ന്. ഓല് ഈ മുഖ്യമന്ത്രി ചെയ്യിക്കണം. അതാ വേണ്ടേ. അതിന് ഇത് ഇല്ലെങ്കിൽ അയാൾ രാജ്യം ചെയ്യിക്കോട്ടെ അവിടുന്ന്. സ്വന്തം മക്കളെ കൊലക്കൊടുത്തിട്ട് ഒരു അമ്മമാർ ചെലുക്ക് നല്ല സന്തോഷത്തിൽ ജീവിക്കൂല. സ്വന്തം മുഖ്യമന്ത്രിൻ്റെ മകനാണ് ഇതിന് പറ്റിയെന്നുണ്ടെങ്കിൽ അയാൾ ചെലുക്ക് നിൽക്കുമോ?